السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പ്രസ്ഥാന ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും ബർസഖി ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊന്നിച്ച് അവരെയും നമ്മെയും അള്ളാഹു എൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും നമുക്കുമൊക്കെ ദീനിൻ്റെ ഖിദ്മത്തിലായി അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ എല്ലാവരുടെയും സംഭാവനകൾ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ആമീൻ. തഫ്സീറുകളിലെ വ്യതിയാനങ്ങൾ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. റഷീദ് റിളയുടെ തഫ്സീറുൽ മനാർ എന്ന തഫ്സീറാണ് ചർച്ചയ്ക്ക് വേണ്ടി എനിക്ക് നൽകിയിട്ടുള്ളത്. റഷീദ് റിള 1315 മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ്. മുഹമ്മദ് അബ്ദു അദ്ദേഹത്തെ ലാസിമാക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത് ഈജിപ്തിൽ വന്നു. ഇയാളുടെ ജനനം 1282 റഷീദ് റിള 1354 മരണം. തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന തഫ്സീർ ഫാത്തിഹയിൽ തുടങ്ങി സൂറത്ത് യൂസുഫിലെ 101 റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്കി എന്ന് പറയുന്ന ആയത്ത് വരെയാണ് എഴുതിയിട്ടുള്ളത്. ഈ തഫ്സീറിൽ ഉടനീളം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ശൈലി യുക്തിക്ക് അമിതമായ പ്രാധാന്യം നൽകി. അദ്ദേഹത്തിൻ്റെ യുക്തി, ആ യുക്തിക്ക് അമിതമായ പ്രാധാന്യം നൽകി ഹദീസുകളെയും ഖുർആനെ വരെ തള്ളിക്കളയുന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതാണ്. ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് കാണാം, വലൗലാ ഹികായത്തുൽ ഖുർആനിലി ആയാത്തില്ലാഹില്ലത്തി അയ്യദ ബിഹാ മൂസാ വ ഈസാ അലൈഹിമസ്സലാം. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒരുപാട് മുഅ്ജിസത്തുകൾ ഖുർആനിൽ പറയുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളൊന്നും അല്ലാഹു തആല ഖുർആനിൽ ഉദ്ധരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലകാന ഇഖ്ബാലു അഹ്റാരിൽ അഫ്റഞ്ചി അലൈഹി അക്തറ. ഫ്രഞ്ചുകാരും മറ്റും യൂറോപ്യര് കൂടുതൽ ഇസ്ലാമിലേക്ക് വരാൻ അത് കാരണമാകുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അല്ലാഹു തആല ഖുർആനിൽ ഇതൊക്കെ ഉദ്ധരിച്ചതാണ് ഇപ്പം തകരാറായി പോയത്. അള്ളാനെ തിരുത്തുന്നത് വരെ, അള്ളാനെ തിരുത്തലാണല്ലോ യഥാർത്ഥത്തിൽ, ഇതാണ് സാധനം. എന്നിട്ട് പറയുന്നു വഖ്തിദാഉം ബിഹി അഅമ്മ വ അസ്റഅ. കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു. ഈ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും മരിച്ചവരെ ജീവിപ്പിക്കുക എന്നൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ
ഏത് വടിട്ടാൽ പാമ്പാകുക, അതുപോലെ സമുദ്രം പിളർന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ആയത്തുകൾ, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഈ ഖുർആനിൽ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പം യൂറോപ്യർ ബേക്ക് കീഴ്. അല്ലെങ്കിൽ അവർ ഇതൊന്നും ഇല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്നു വരുമായിരുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വരെ തിരുത്താൻ ശ്രമിച്ച മുതലാണിത്. അതുകൊണ്ട് ഇനി കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യമല്ല. ഏതായാലും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എല്ലാ മുഅ്ജിസത്തുകളെയും ഭൗതികമായി വ്യാഖ്യാനിക്കുക എന്നതാണ്. എന്നാണ് ഖുർആൻ മാത്രമാണ് നബിയുടെ മുഅ്ജിസത്ത് എന്നാണ് ഇയാളുടെ വാദം. മുഅ്ജിസത്തായിട്ടുള്ള ഖുർആൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളതൊന്നും ഏതല്ല, മുഅ്ജിസത്തുകളല്ല, നുബുവത്തിന് രേഖയും അല്ല. അതൊക്കെ നബിയെ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു തആല ആദരിച്ചതാണ് എന്ന നിലക്കാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ സൂര്യൻ അല്ല ചന്ദ്രൻ പിളർന്നത് ഖുർആനിൽ നേർക്ക് നേരെ പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇയാളുടെ വാദത്തേക്ക് കൊണ്ടുവന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് വെറും ആത്മീയ ജീവൻ നൽകലാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടുപോയ ഒരു വ്യക്തിയെയും ഈസാ നബി അലൈഹി സ്വലാം ജീവിപ്പിച്ചിട്ടില്ല. പിന്നെ അതെന്താണ്? ആത്മീയമായിട്ട് ചില ജീവൻ നൽകലാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. പിന്നെ കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്ത് രാജാവിൻ്റെ സൈന്യത്തെ അബാബീൽ പക്ഷികളെ കൊണ്ട് അല്ലാഹു തആല നശിപ്പിച്ച സംഭവം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്തിൽ പറയുന്നുണ്ട്. ആ സൂറത്ത് വരെ ഇയാൾ തഫ്സീർ എഴുതിയിട്ടില്ല. എന്നാലും വേറെ ചില സ്ഥലങ്ങളിൽ ഇദ്ദേഹം പറയുന്നത് അവിടെ ഉദ്ദേശിച്ചത് യഥാർത്ഥ പക്ഷികളല്ലെന്നും മറിച്ച് അത് കൊതുകുകളോ ഈച്ചകളോ വഴി പകർന്ന വസൂരി അല്ലെങ്കിൽ പ്ലേഗ് പോലുള്ള രോഗാണുക്കളാണെന്നുമാണ് ഇയാളുടെ വിശദീകരണം. നമ്മളവിടെ തഫ്സീറുകളിൽ എല്ലാ മുഫസ്സിറുകളും വളരെ വിശദമായി പറഞ്ഞ സംഗതിയാണ്. ഓരോ ആളുകൾക്ക് പേരൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്ത ഓരോ കല്ലുകളാണ് ഓരോ പക്ഷിയും കൊണ്ടുവന്നിരുന്നത് എന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. അതങ്ങനെയുള്ളൊരു പക്ഷികളൊന്നും അല്ല അവിടെ വന്നത്. പിന്നെ കൊതുക് അല്ലെങ്കിൽ ഈച്ച വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പകർച്ചവ്യാധി നൽകിയതാണ്. അതൊന്നുകിൽ ഏതാകാം, പ്ലേഗ് ആകാം, അല്ലെങ്കിൽ വസൂരി ആകാം എന്ന നിലക്കാണ് ഇയാൾ അവിടെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. മസീഹുദ് ദജാലിനെ സംബന്ധിച്ച് ഇയാൾ ഈ തഫ്സീറിൽ ഇയാളെ പറ്റിയ ഏറ്റവും വലിയ ഷെയ്ഖാണ് ഇപ്പോൾ മുഹമ്മദ് അബ്ദു എന്ന് പറയുന്നത്. മുഹമ്മദ് അബ്ദു എന്ന് പറഞ്ഞ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ്. അപ്പം ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യൻ മുഹമ്മദ് അബ്ദു, മുഹമ്മദ് അബ്ദുവിൻ്റെ ശിഷ്യൻ റഷീദ് റിള, റഷീദ് റിളയുടെ ശിഷ്യൻ KM മൗലവി. ഇങ്ങനെയാണ് വഹാബിയത്തിൻ്റെ സനദ് പോണത്. അപ്പോൾ ഈ മുഹമ്മദ് അബ്ദു ആണ് വലിയ ഷെയ്ഖ്. ഇയാൾ ചില തഫ്സീർ ആയത്തുകൾക്ക് ചില വിശദീകരണങ്ങളൊക്കെ എഴുതുകയും അൽ ഉർവത്തുൽ വുസ്ഖ എന്ന് പറയുന്ന മാസികയിൽ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ തഫ്സീറുൽ മനാർ രചിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് വസുഇലാനിൽ മസീഹി ദജ്ജാൽ. തഫ്സീറുൽ മനാറിൽ പറയുന്നു 3262 വസുഇലാനിൽ മസീഹി ദജ്ജാൽ. മുഹമ്മദ് അബ്ദുവിനോട് മസീഹു ദജ്ജാലിനെ കുറിച്ച് ചോദ്യം വന്നു. വഖത്തിലി ഈസാ ലഹു, ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ വധിക്കും, ഈസാ നബി അന്ത്യനാളിൽ ഇറങ്ങി വരും എന്നൊക്കെ ബുഖാരി മുസ്ലിം തുടങ്ങി എല്ലാ ഹദീസ് പണ്ഡിതന്മാരും നിവേദനം ചെയ്ത ഹദീസുകളാണ്. ഖുർആനും അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഫഖാല ഇന്ന ദജ്ജാല റംസുൻ ലിൽ ഖുറാഫാത്തി, അതൊക്കെ ഖുറാഫാത്തിലേക്കുള്ള ചില സൂചനകളാണെന്നാണ് ദജ്ജാല്. പിന്നെ വൽ കബാഇഹി, മോശമായ കാര്യങ്ങൾ, അല്ലത്തി തസൂലു ബി തക്രീരി ശരീഅത്തി അലാ വജ്ഹിഹ, ശരീഅത്ത് നിയമങ്ങൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നടപ്പാക്കിയാൽ ഇല്ലാതെയാകാവുന്ന ചില അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ചില മോശമായ കാര്യങ്ങളുമാണ് മസീഹു ദജ്ജാൽ. അല്ലാത്ത ദജ്ജാലൊന്നും ഇവിടെ വരൂല എന്നാണ് മുഹമ്മദ് അബ്ദു
ഇതിന് മറുപടി നൽകി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊണ്ടുപോവുകയാണ് തഫ്സീറുൽ മനാറിൽ ചെയ്യുന്നത്. വല്ലഖദി ബി അസ്റാരിയ വഹിക്കം വഇന്നൽ ഖുർആന അഅ്ലമു ഹാദിന്നിലാ ഹാദിഹിൽ ഹിക്കമി വൽ അസ്റാർ. ഖുർആൻ തന്നെ എമ്പാടും മതി. വസുന്നത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബയ്യനത്തുൽ ലിദാലിക ഫലാ ഹാജത ലിൽ ബശരി. അതുകൊണ്ട് മനുഷ്യർക്ക് ഇനി ആവശ്യമില്ല ഇലാ ഇസ്ലാഹിൻ വറാ അർറുജൂഇ ഇലാ ദാലിക. ഖുർആൻ ഇവിടെ ഉണ്ടല്ലോ, എമ്പാടും മതി, ഇനി ഈസാ നബിന്റെ വരവൊന്നും ജനങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ വിഷയത്തെ വ്യക്തമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നീ ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, ബൽ റഫഅഹുല്ലാഹു ഇലൈഹി. അതുപോലെ ഹദീസുകൾ വിശദീകരിച്ചു ഇനി ഇറങ്ങി വരും, നേരത്തെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇയാൾ പറയുന്നത് വയലൽ കൗലി ബി അന്ന തവഫിയ ലിമാത്തത്തു. ഇവിടെ തവഫ എന്നതിന് ഇമാത്തത്ത് മരിപ്പിച്ചു എന്നർത്ഥം വെക്കുകയാണെങ്കിൽ പോലും ലാ യൽഹറു ലിർറഫ്ഇ മഅനൻ, ഉയർത്തി എന്ന് പറഞ്ഞതിന് ഇവിടെ ഒരു അർത്ഥവും വ്യക്തമല്ല. ഇല്ലാ റഫ്ഉർ റൂഹി, ആത്മാവിനെ ഉയർത്തി എന്ന് മാത്രമാണ്. എന്നിട്ട് പറയുന്നു വൽ മശ്ഹൂറു ബൈനൽ മുഫസ്സിരീന വഗൈരിഹിം അന്നല്ലാഹു തആല റഫഅഹു ബി റൂഹിഹി വജസദിഹി ഇലസ്സമായി. പൂർവകാല മുഫസ്സിറുകൾക്കിടയിലും മറ്റൊക്കെ പ്രസിദ്ധമായത്, ഹദീസുകളിലും അങ്ങനെ തന്നെ ഉള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവോടെയും ശരീരത്തോടെയും ഈസാ നബിയെ ഉയർത്തി എന്നാണ്. എന്നിട്ട് മേറാജിന്റെ ഹദീസ് അവർ അതിന് തെളിവായിട്ട് പറയുന്നും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ്, അങ്ങനെ മേറാജിന്റെ രാത്രി ഈസാ നബി അലൈഹി സ്വലാമിനെ രണ്ടാമത്തെ ആകാശത്തിൽ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് ഇയാൾ പറയുന്നത് വലൗ കാന ഹാദാ യദുല്ലു അലാ അന്നഹു റുഫിയ ബി റൂഹിഹി വ ജസദിഹി ഇലസ്സമായി. ഈസാ നബിയെ ആത്മാവോടെയും ശരീരത്തോടെയും ആകാശത്തിലേക്ക് ഉയർത്തി എന്നതിന് ഇത് തെളിവാകുമെങ്കിൽ ലദല്ല അയ്ലൻ അലാ റഫ്ഇ യഹ്യാ വസായിരി മൻ റആഹു മിനൽ അംബിയായി ഫി സായിരിസ് സമാവാതി വലം യകുൽ ബിഹാ അഹദുൻ. ആകാശത്ത് കണ്ട എല്ലാവരും ഉയർത്തി എന്ന് പറയേണ്ടി വരൂലേ, ഇങ്ങനെ ആരും പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാമിനെ ആകാശത്തേക്ക് ഉയർത്തി എന്നതിനെ ശക്തമായി എതിർക്കുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി സിഹറിനെ നിഷേധിക്കൽ, ശക്തമായിട്ട് സിഹറിനെ നിഷേധിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ ഫലമസൂഹു ബിഐദീഹിം ലഖാലല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ എന്ന് പറയുന്ന അൻആം സൂറത്തിലെ 7ാമത്തെ ആയത്ത് വിശദീകരിച്ച് ഇയാൾ പറയുന്നു വൽ ആയത്തു തദുല്ലു അലാ അന്ന സിഹ്റ ഖിദാഉൻ ബാത്തിലുൻ വതഖയീലുൻ യുറാ മാ ലാ ഹഖീഖത ലഹു ഫീ സൂറത്തിൽ ഹഖായിഖി. യാഥാർത്ഥ്യമില്ലാത്തതിനെ യാഥാർത്ഥ്യത്തിന്റെ രൂപത്തിൽ കാണുന്ന ചില ബാത്തിലായ ചില ചതിപ്രയോഗങ്ങളും ചില ഊഹാപോഹങ്ങളുമാണ് സിഹ്ർ എന്ന് പറയുന്നത്. അതിനൊരിക്കലും ഏതില്ല, യാഥാർത്ഥ്യമില്ല. അസ്സിഹ്റു ഹഖുൻ എന്ന് പറഞ്ഞ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. ആ അഖീദക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം തഫ്സീറിൽ പറയുന്നത്. അതുപോലെ തന്നെ മഹ്ദി ഇമാമിന്റെ വരവിനെ ഇദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പൂർവകാല മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയും അഹ്ലു സുന്നത്തി വൽ ജമാഅ ഐക്യകണ്ഠേനെ അംഗീകരിച്ചു വരുന്നതുമായ നിരവധി വിഷയങ്ങൾ ഇദ്ദേഹം തഫ്സീറിൽ പച്ചക്ക് തള്ളുന്നുണ്ട്. അതിനുള്ള ഏക കാരണം എന്താണ്? ഇയാളുടെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് മാത്രമാണ്. ജിന്നുകളെ സംബന്ധിച്ച് പിന്നെ ഇയാൾ പറയുന്നത് അത് ബാക്ടീരിയ, വൈറസ്, അബ്ദുസ്സലാം സുല്ലമിയൊക്കെ ഇവിടെയും പറഞ്ഞിരുന്നത്, അതൊക്കെ ഇതിൽ നിന്ന് കടമെടുത്ത് പറഞ്ഞതായിരുന്നു. ദവൽ മുത്തക്കല്ലിമൂന യഖൂലൂന ഇന്നൽ ജിന്ന അജ്സാമുൻ ഹയ്യത്തുൻ, ജീവിച്ചിരിക്കുന്ന ചില ശരീരങ്ങളാണ്, ഹഫിയ്യത്തുൻ അവ്യക്തമായ, ലാ തുറ നമുക്ക് കാണാൻ കഴിയാത്ത എന്നാണ് അവർ പറയുന്നത്. വഖദ് ഖുൽനാ ഫിൽ മനാരി, തഫ്സീറുൽ മനാറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒയ്റ മറ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു യസിഹു അൻ യുഖാല ഇന്നൽ അജ്സാമൽ ഹയ്യത്തൽ ഖഫിയ്യത അല്ലത്തി ഉരിഫത്ത് ഫീ ഹാദൽ അസ്രി ബിവാസിത്തത്തിൻ നല്ലാറാത്തി അൽ മുക്കബ്ബിറ, ദൂരദർശിനി കൊണ്ട് അല്ലെങ്കിൽ സാധനത്തെ വലുതായി കാണിക്കുന്ന, വതുസമ്മ ബിൽ മൈക്രോബാത്സ്, സൂക്ഷ്മ അണുക്കൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതൊക്കെയാണ് ജിന്ന് എന്ന് ഉദ്ദേശിച്ചത്. യസിഹു അൻ തകൂന നൗഅൻ മിനൽ ജിന്നി വകസബത അന്നഹ ഇലലുൻ ലി അക്സരിൽ അംറാൽ വമാ ഖലഖതുൽ ജിന്ന
വൽ-ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കുന്നതിന് മുമ്പ് ഒന്നാം ആകാശത്ത് വെച്ച് മലക്കുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ജിന്നുകൾ പോയി കട്ട് കേൾക്കുകയും എന്നിട്ട് ആ ജിന്നുകളെ സേവിക്കുന്ന ആളുകൾക്ക് അവർ കേട്ടത് സത്യമായിരിക്കും, അതിൽ 100 കളവുകൾ കൂടെ ചേർത്തുകൊണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിലുണ്ട്. അപ്പൊ ഈ കട്ട് കേൾക്കാൻ പോയത് വൈറസാ ഫംഗസ? ആകാശത്തേക്ക് കട്ട് കേൾക്കാൻ പോയത് ജിന്ന് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം വെക്കുകയാണെങ്കിൽ ഭാഷാർത്ഥത്തിൽ മറഞ്ഞതിനൊക്കെ ജിന്ന് എന്ന് പറയും. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ്. അവ മറഞ്ഞ നമ്മളെ കണ്ണിൽ കാണാത്ത ഏതൊരു സാധനത്തിനും ഭാഷാപരമായിട്ട് ഏത് പറയാ? ജിന്ന് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വൈറസ് ആകട്ടെ ബാക്ടീരിയ ആകട്ടെ ഇതിനൊക്കെ ഈ ഭാഷാർത്ഥം വെച്ചുകൊണ്ട് ജിന്ന് എന്ന് പറയും എന്നതിനെ നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല, അത് പറയും. പക്ഷെ ജിന്ന് എന്ന് ഖുർആനിലും ഹദീസിലും വന്ന എല്ലാ സ്ഥലങ്ങളിലും ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയയും വൈറസുമാണെന്ന് പറഞ്ഞാൽ അത് സംഗതി ഏതാവൂല, നടക്കൂല. ജിന്നുകൾ എന്ന് പറഞ്ഞ മുക്കല്ലഫായ ഒരു പ്രത്യേക വിഭാഗം ഉണ്ട് എന്നാണ് ആയത്തുകളും ഹദീസുകളും പൂർവ്വകാല മുഫസ്സിറുകളും എല്ലാവരും പറയുകയും പഠിപ്പിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതെല്ലാ സ്ഥലത്തും ബാക്ടീരിയയും വൈറസുമാണെന്ന് പറഞ്ഞാൽ സംഗതി ഏതാവൂല, നടക്കൂല. പിന്നെ ഹദീസ് നിഷേധം, നേരത്തെ ഞാൻ പറഞ്ഞു, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകൾ പോലും അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അദ്ദേഹം തള്ളിക്കളഞ്ഞ ഖബറിലെ ശിക്ഷ പോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നുണ്ട്, ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നുണ്ട്. അദാബുൽ ഖബരി ഹക്കുൻ എന്ന് നമ്മുടെ അഖീദയുടെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്ന് മാത്രമല്ല ഒമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി എന്ന് പറഞ്ഞ് ഒമിൻ അദാബിൽ ഖബരി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു. ഇസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്നത് ഖബർ ശിക്ഷയെ സംബന്ധിച്ച് ഇറങ്ങിയതാണ് എന്നൊക്കെ ഹദീസുകളിൽ പറയുന്നുണ്ട്. ഇത്തരം വ്യക്തമായ ഹദീസുകൾ ഉണ്ടായിട്ട് പോലും അതിനെ നിഷേധിക്കുക എന്നതാണ് ഇവർ സ്വീകരിച്ചിരുന്ന സമീപനം. എന്നാൽ ഇനി ഇതൊക്കെ തഫ്സീറിന്റെ വ്യതിയാനങ്ങളായിട്ട് നമ്മൾ പറയുന്നു. എന്നാൽ തഫ്സീറിൽ ആധികാരികമായി സ്വീകരിക്കേണ്ട രീതി ഉണ്ടാവുമല്ലോ, ആ രീതി എന്താണ്? പൂർവകാല മുഫസ്സിറുകൾ പറയാത്ത ഒന്നും നമുക്ക് പറയാൻ പാടില്ല എന്നാണോ ഈ പറയുന്നത്? ഒരിക്കലും അല്ല. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി യഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുതയാണ്. നെല്ലിക്കുത്സാനോട് ഒരു പുതിയൊരു അർത്ഥം പറയുമ്പോൾ നമ്മൾ ചോദിക്കും അതാരാ പറഞ്ഞത്? പുസ്തകം ചോദിക്കും, നീ ആദ്യം പറയുന്ന ആളെന്താ ചെയ്യുക? ആദ്യം പറയുന്ന ആളെന്താ ചെയ്യുക? അയാളെ മുമ്പാരും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അപ്പോ പൂർവകാല മുഫസ്സിറുകളിൽ ഒരാളും പറയാത്ത ഒരു വിഷയം ആയത്തിന് പറയാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. മൻ ഫസ്സറൽ ഖുർആന ബിറഅയിഹി ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ എന്നൊരു ഹദീസുണ്ട്. ഖുർആനിന് തൻ്റെ റഅയ് കൊണ്ട് ആരെങ്കിലും വിശദീകരണം നൽകിയാൽ നരകത്തിൽ നിന്നുള്ള ഒരു സീറ്റ് അവൻ ബുക്ക് ചെയ്തു കൊള്ളട്ടെ എന്നാണ്. തഫ്സീറിനെ 4 ആയി പണ്ഡിതന്മാർ തരംതിരിക്കുന്നുണ്ട്. ഒന്ന്, ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക. ഇതാണ് 1-ാം നമ്പർ തഫ്സീർ. സുറാത്തല്ലദീന അന്നംത അലൈഹിം എന്ന ഫാത്തിഹയിലുള്ള ആയത്തിനെ വമൻ യുത്തിയില്ലാഹ വറസൂല എന്ന ആയത്തുകൊണ്ട് നമ്മൾ വിശദീകരിക്കാറുണ്ട്. നീ അനുഗ്രഹം ചെയ്തവർ ആരെന്ന് ഫാത്തിയിൽ പറയുന്നില്ലല്ലോ. അത് മറ്റൊരായത്ത് പറഞ്ഞിരിക്കണം, മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ. ഇത് ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കലാണ്. മറ്റൊന്ന്, ഖുർആനിനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക. ഇതാണ് 2-ാം സ്ഥാനം. 3-ാമത്തേത്, ഖുർആനിനെ സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും പ്രസ്താവനകൾ കൊണ്ട് വ്യാഖ്യാനിക്കുക. ഇതിനൊക്കെ ഈ 3-നും തഫ്സീറു റിവായത്ത് എന്നാണ് പറയാം. ഇനി തഫ്സീറു ദിറായത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അത് തഫ്സീറും ബിർ റഅയിയാണ്. എന്താ ഈ തഫ്സീറും ബിർ റഅയി എന്ന് പറഞ്ഞാൽ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറയുന്ന ഹദീസ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അയ്യക്കൂന വറളുഹു വറഅയ്യുഹു, ഈ മുഫസ്സിറിന്റെ ആവശ്യവും അയാളുടെ അഭിപ്രായവും തക്രീറ അംറിൻ, ഒരു കാര്യം സമർത്ഥിക്കലാണ്. തഹ്ഖീഖുഹു എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരാളും പറയാത്തതും പറഞ്ഞതിന് എതിരായതുമായ ഒരു കാര്യം കൊണ്ടുവരിക. എന്നിട്ട് ഫയസ്തജിറു ഷഹാദത്തൽ ഖുർആനി ഇലൈഹി,
ഖുർആനിലെ അയാളിലേക്ക് വളച്ചൊടിച്ച് കോട്ടിമാറ്റി കൊണ്ടുപോകുക. വയഹ്മിലുഹു അലൈഹി, എന്നിട്ട് ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞത് എന്ന് പറയാം. മിൻ വൈരി അൻ യശ്ഹദ ലി തൻസീലിഹി അലൈഹി. എന്നാൽ ഈ ആയത്തിന് ആ അർത്ഥം വെക്കാൻ തെളിവുണ്ടോ? ഇല്ല. ദലാലത്തുൻ ലഫ്ളിയ്യ ലുഗവിയ്യ ഔ നഖലിയ്യ. ഒന്നുകിൽ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ മനാത്തിക്കത്തിന്റെ ശൈലി സ്വീകരിക്കണം. ഒന്നുകിൽ അവരുടെ ശൈലി എന്താണ്? മുത്താബക്ക, തളമ്മുന്, ഇൽത്തിസാം. ഒന്നുകിൽ അർത്ഥം മുത്താബക്കയായിരിക്കണം, അല്ലെങ്കിൽ തളമ്മുനായിരിക്കണം, അല്ലെങ്കിൽ ഇൽത്തിസാമി ആയിരിക്കണം. അല്ലെങ്കിൽ ഉസൂലുൽ ഫിഖ്, ഫിഖ് നിദാനശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ചിലതുണ്ട്. മഫ്ഹൂമ് മുവാഫക്ക, മഫ്ഹൂമ് മുഖാലഫ, ദലീലുൽ ഇഷാറ, ഇങ്ങനെ പലതും പറയുന്നുണ്ടല്ലോ. ആ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടതായിരിക്കണം. അല്ലെങ്കിൽ ഇൽമുൽ മആനിന്റെ ആളുകൾ പറയുന്ന ഹഖീഖത്ത്, മജാസ്, ഇസ്തിആറത്ത് തുടങ്ങിയതായിരിക്കണം. പക്ഷെ അവിടെയൊക്കെ നിബന്ധനകളുണ്ട്. ഒരു ലഫ്ള് വന്നാൽ ഹഖീഖിയായ മഅനയുടെ മേലാണ് അതിനെ ചുമത്തേണ്ടത്. മജാസിയായ മഅനയിലേക്ക് പോകണമെങ്കിൽ അതിന് കരീനത്ത് വേണം. ഇങ്ങനെ ഓരോ ആളുകൾക്കും ഈ പറഞ്ഞ പ്രയോഗങ്ങൾക്കൊക്കെ ഏതുണ്ട്? ചില ഷർത്തുകളും ഫർളുകളും ഉണ്ട്. ആ ഷർത്തുകളൊക്കെ ഏതായിരിക്കണം? പാലിച്ചിരിക്കണം. ഇനി ഹഖീഖത്ത് ശറയ്യ, ഹഖീഖത്ത് ഉർഫിയ്യ, ഹഖീഖത്ത് ലോവിയ്യ, ഇത് മൂന്നും വന്നാൽ അവിടെ അതിനെ മുന്തിക്കണം, ഹഖീഖത്ത് ശറയ്യയെ മുന്തിക്കണം. ഇനി അതല്ല, അതിന് വകുപ്പില്ലെങ്കിൽ അവിടെ ഹഖീഖത്ത് ഉർഫിയയിലേക്കാണ് പിന്നെ പോകേണ്ടത്. അതിനും പറ്റൂലെങ്കിലേ ലോവിയയിലേക്ക് പോകാൻ പാടുള്ളൂ. ഇങ്ങനെ കുറേ ഉസൂലുകൾ ഇതിനുണ്ട്. ഈ ഉസൂലുകളൊന്നും ഇല്ലാത്ത നിലക്ക് ഏതാക്കവരായത്തിനൊരു അർത്ഥം വെക്കുക. അതാണ് മൻ ഫസ്സറൽ ഖുർആന ബിറഅയിഹി ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. എന്നിട്ട് ഇതാ പറയുന്നു, വലാ യംബഗി അൻ യുഫ്ഹമ മിന്നു, ഇതിൽ നിന്ന് ഒരിക്കലും മനസ്സിലാക്കിക്കൂടാ, അന്നഹു യജിബു അല്ലാ യുഫസ്സറൽ ഖുർആനു, ഖുർആന് വിശദീകരണം നൽകാൻ പാടില്ലെന്ന്, ബിൽ ഇസ്തിംബാത്തി വൽ ഫിക്രി, ചിന്തയിലൂടെ അതല്ല ബുദ്ധിപരമായി ഖുർആനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നൊരിക്കലും മനസ്സിലാക്കരുത്. എന്നിട്ട് പറഞ്ഞു ഇമാം ഗസാലിന് തെളിവ് പറയുന്നത്, ഫഇന്ന മിനൽ ആയാത്തി, ആയത്തുകളിലുണ്ട്, മാ നുക്കില ഫീഹാ അനി സ്വഹാബത്തി വൽ മുഫസ്സിരീൻ, സ്വഹാബത്തിൽ നിന്നും പൂർവ്വകാല മുഫസ്സിറുകളിൽ നിന്നും ഉദ്ധരിച്ചു വന്നത്. ഹംസത്ത മആനിൻ, ചില ആയത്തുകൾക്കൊക്കെ 5 വിശദീകരണങ്ങൾ ഉണ്ടാവും, 6 ഉണ്ടാകും, 7 ഉണ്ടാകും. ഹക്കൈനാഹു മിൻ മദാഹിബിഹിം ഫി കിതാബി അൽ മുസ്തദ്ഹർ അൽ മുസന്നഫ് ഫിർ റദ്ദി അൽ ബാത്തിനിയ എന്ന ഗ്രന്ഥത്തിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം റാസി അവിടെ ഒന്നും കൂടി വിശദീകരിക്കുന്നുണ്ട്. വന്നാസിഗാത്തി ഉർക്കൻ എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഈ നിയമം പറഞ്ഞുകൊണ്ടാണ് റാസി ഫൽ മുദബ്ബിറാത്തി അംറാന്നുള്ളീന് അർവാഹ് എന്ന് അർത്ഥം പറയുന്നത്. ഈ കായിക ആദ്യം പറഞ്ഞു വെച്ചിട്ടാണ് ഏത് പറയുന്നത്? വന്നാസിഗാത്തി ഉർക്കൻ വന്നാഷിത്താത്തി നഷ്തൻ എന്ന് പറയുന്ന ആയത്തിൽ ഏത് ഫൽ മുദബ്ബിറാത്തി അംറാന്നുണ്ടല്ലോ, അതിനേതാണ് അൽ അർവാഹുൽ ആലിയ അൽ മുഖദ്ദസ അത്വാഹിറ എന്ന് ഇമാം റാസി അർത്ഥം പറയുന്നത്. ഇങ്ങനെ ഒരർത്ഥം പൂർവ്വകാല മുഫസ്സിറുകളിൽ നിന്നൊന്നും ഉദ്ധരിച്ചു വന്നിട്ടില്ലെങ്കിലും ഈ പദപ്രയോഗങ്ങൾ അങ്ങനെ ഒരു അർത്ഥം വെക്കാനുള്ള നല്ല സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം റാസി ആ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു കായിക പറയുന്നുണ്ട്. ആ കായികയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പറയുന്നു, വഅലം അന്നൽ വുജൂഹൽ മങ്കൂലാനിൽ മുഫസ്സിരീൻ, പൂർവ്വകാലത്ത് ഉള്ള മുഫസ്സിരീങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചു വന്ന ഈ അഭിപ്രായങ്ങളൊന്നും വൈറു മങ്കൂലത്തിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസ്സൻ, വ്യക്തമായ റസൂലിൽ നിന്ന് ഉദ്ധരിച്ച അഭിപ്രായമല്ല. ഹത്താ ലാ യുംകിന സിയാദ അലൈഹി, അങ്ങനെ ആയിരുന്നെങ്കിൽ അതല്ലാത്തൊരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റൂല. ബൽ ഇന്നമാ ദക്കറുഹ, ആ അഭിപ്രായങ്ങളൊക്കെ പൂർവ്വകാല മുഫസ്സിറുകൾ പറഞ്ഞത് ലികൗനിൽ ലഫ്ളി മുഹ്തമിലൻ ലഹാ, ഈ അർത്ഥങ്ങൾക്കൊക്കെ ആ ലഫ്ദിന് സാധ്യതകളുണ്ട്. ഏത് സാധ്യത? നേരത്തെ ഞാൻ പറഞ്ഞ ആ ഉസൂൽ അനുസരിച്ചുള്ള സാധ്യത. എന്നല്ല നമ്മളെ ബുദ്ധി കൊണ്ട് സാധ്യത കണ്ടാൽ പോരാ. എന്നിട്ട് പറയുന്നു, ഫൈദാക്കാന ഇഹ്തിമാലു ലഫ്ളി, ലഫ്ദിനുള്ള സാധ്യത ലിമാ ദക്കർനാഹു, നാം പറഞ്ഞതിന്, ലൈസാദല്ല ദൂന ഇഹ്തിമാലിഹി ലിൽ വുജൂഹില്ലത്തി ദക്കറുഹാ, പൂർവ്വകാല മുഫസ്സിറുകൾ പറഞ്ഞ അർത്ഥങ്ങളുണ്ടല്ലോ, 10, 15, 6, 7, 8 ഒക്കെ അർത്ഥങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ പരസ്പരം ഏത് ചെയ്യാനും കൂടിയും പറ്റൂല, ജമ്മ് ചെയ്യാൻ പോലും പറ്റൂല. അവർ പറഞ്ഞ അർത്ഥങ്ങൾക്കുള്ള സാധ്യതയുടെ താഴെയല്ല അവരൊന്നും പറയാത്തൊന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ലം യക്കുൻ മാ ദക്കറൂഹു ഔലാ മിമ്മാ ദക്കർനാഹു, അവർ പറഞ്ഞതിന് നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരു പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് റാസിമാവ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇല്ല അന്നഹു ലാ ബുദ്ദ ഹൗനാ മിൻ ദഖീഖ,
ഇവിടെ നമ്മളൊരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. വഹു അന്നൽ ലഫ്ള മുഹ്തമിലുൽ ലിൽ കുല്ല്. ഈ പറഞ്ഞ എല്ലാ അർത്ഥങ്ങൾക്കും ഈ ആയത്ത് സാധ്യതയുണ്ട്. ഫൈം വജദ്ന ബൈന ഹാദിഹിൽ മആനി മഫ്ഹൂമൻ വാഹിദൻ മുഷ്തറക്കൻ. എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളാവുന്ന ഒരർത്ഥം ആ പദത്തിന് അവിടെ പറയാൻ പറ്റുമെങ്കിൽ ഹമല്ലൽ ലഫ്ള അലാ ദാലിക്കൽ മുഷ്തറക്കി, ആ മുഷ്തറക്കായ മാന ഈ ലഫ്ളിന് നമ്മൾ വെക്കും. വഹീനൈദിൻ യൻദരിജു തഹ്തഹു ജമീഉ ഹാദിഹിൽ വുജൂഹ്, എല്ലാ അർത്ഥങ്ങളും അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യും. എന്നിട്ട് പറയുന്നു അമ്മാ ഇദാ ലം യകുൻ ബൈന ഹാദിഹിൽ മഫ്ഹൂമാത്തി ഖദ്റുൻ മുഷ്തറക്കുൻ, മുഷ്തറക്കായ ഖദ്ർ ഇവൾക്കിടയിൽ ഇല്ലെങ്കിൽ തഅദ്ദറ ഹംലുൽ ലഫ്ളി അലൽ കുല്ലി, എല്ലാ അർത്ഥങ്ങൾക്കും ഈ ആയത്തിനെ അല്ലെങ്കിൽ ഈ പ്രയോഗത്തെ പദപ്രയോഗത്തെ ചുമത്താൻ പറ്റൂല. ലിഅന്നൽ ലഫ്ളൽ മുഷ്തറക ലാ യജൂസു ഇസ്തിമാലുഹു ലിഇഫാദത്തി മഫ്ഹൂമൈഹി മഅൻ. ഒരേ സമയം ഒരു ലഫ്ളിനെ ഹഖീഖിയായ മാനയും മജാസിയായ മാനയും വെക്കാൻ പറ്റൂല എന്നുള്ളതിൽ ഖിലാഫുണ്ട്. പറ്റൂല എന്നുള്ള അഭിപ്രായം അനുസരിച്ചാണ് മൂപ്പർ പറയുന്നത്. ഫഹീനൈദിൻ ലാ നഖൂലു മുറാദുല്ലാഹി തആല ഹാദാ, ഇതാണ് അല്ലാഹുവിന്റെ മുറാദ് നമ്മൾ തറപ്പിച്ച് പറയില്ല. ബൽ നഖൂലു യഹ്തമിലു അൻ യകൂന ഹാദാ ഹുവൽ മുറാദ്, ഇതും മുറാദ് ആയേക്കാം എന്ന് പറയും. അമ്മൽ ജസ്മു ഫലാ സബീല ഇലൈഹി ഹാഉനാ, അതേസമയം ഇവിടെ തറപ്പിച്ച് പറയാൻ ഏതില്ല, യാതൊരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞ് മഹാനായ ഇമാം റാസി ഇങ്ങനെ ഒരു കായിദ പറഞ്ഞതിന് ശേഷമാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്നതിന് അൽ അർവാഹുൽ ആലിയ എന്നർത്ഥം പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ പൂർവകാല മുഫസ്സിറുകൾ പറയാത്ത ഒരർത്ഥവും ഒരായത്തിനും പറയാൻ പാടില്ല, അങ്ങനെ ഒരു നിയമം ഇല്ല. പക്ഷേ ആ അർത്ഥത്തിന് ഏതാകണം, അറബി ഭാഷയിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടാകണം. അത് മനാത്തിക്കത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചാണോ പോകുന്നത് എങ്കിൽ അത് പാലിക്കണം. അല്ല ഇൽമുൽ മആനിയുടെ നിയമങ്ങൾ പാലിച്ചാണോ പോകുന്നത് എങ്കിൽ അത് പാലിക്കണം. അല്ല ഇനി ഉസൂലുൽ ഫിഖ്ഹിന്റെ നിദാനങ്ങൾ അനുസരിച്ച് ആ പ്രയോഗങ്ങൾ അനുസരിച്ചുള്ള അർത്ഥമാണ് വെക്കുന്നത് എങ്കിൽ അവിടെ പറഞ്ഞ നിയമങ്ങൾ പാലിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത്തരം നിയമങ്ങൾക്കെല്ലാം വിപരീതമായി കൊണ്ടും ഘടകവിരുദ്ധമായി കൊണ്ടുമാണ് ഈ പറഞ്ഞ തഫ്സീറുകളിലെല്ലാം അർത്ഥം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവയെ നമ്മൾ വ്യതിയാനങ്ങളായി കാണുന്നത് എന്നുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.